നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ. സത്യം പറഞ്ഞാൽ ഒന്നൊന്നര അഗ്നി പരീക്ഷയാണ്. ഞാനിപ്പോൾ വീഡിയോ അഗ്നി പരീക്ഷ കാണാറില്ല. എപ്പോഴെങ്കിലും വല്ലപ്പോഴേക്കും എന്താ അതിൻ്റെ ഫ്ലോ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാണും എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. റിവ്യൂ ഒന്നും ഇടാറില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത് കാണാൻ അത്ര ഒരു രസമില്ല. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഈ പറയുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നീട് പോയിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് എനിക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയ കുറച്ചുകൂടെ പേരും കൂടി ഞാൻ ഇതിനകത്ത് പറയാം. അത് അവസാനം പറയാം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അറിയുന്നുണ്ട് ആരൊക്കെ കൺഫേം ആയി എന്നൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വീഡിയോ ഇട്ട് ഇടാൻ വേണ്ടി പറ്റുന്നത് കാരണം ഈ അഗ്നി പരീക്ഷ കാരണം സത്യം പറഞ്ഞാൽ മെയിൻ ബിഗ് ബോസ് പോലും ഇപ്പം ആർക്കും വേണ്ട എന്നുള്ള ഒരൊറ്റ പട്ടികൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം മറ്റൊന്നുമല്ല, അഗ്നിപരീക്ഷ 2 ദിവസം കൊണ്ട് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ അഗ്നിപരീക്ഷ പോകുന്നുണ്ട്. അതാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് 40 വരെ സെലക്ട് ചെയ്തു എന്നുള്ളത്. 40 പേരുണ്ട് 20 ദിവസം കൊണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഒരു 12ലേക്ക് എത്താൻ, ടോപ്പ് 12ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ പറഞ്ഞു വിടണം. അപ്പൊ അവർക്കൊന്നും അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി പറ്റില്ല. പല നല്ല യോഗ്യതയുള്ള പല മത്സരാർത്ഥികളെയും അവർ പറഞ്ഞു വിട്ടു. ചില ഫേവറിറ്റിസം കാണിച്ചുകൊണ്ട് പലരെയും ഇപ്പോഴും അതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാമെന്നുള്ളത്. ഇനിയും ഇപ്പോഴുള്ള 12 പോയവർ പോയി. ഇനി അവരെയൊക്കെ ആരും എന്തെങ്കിലും ഒരു വൈൽഡ് കാർഡായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. പോയവർ പോയി. ഇപ്പൊ ഉള്ളതിൽ 12 പേരുണ്ടല്ലോ. ഈ 12 പേരിൽ 6 പേര് പോകുമെന്നാണ് അറിവ്. ഈ 6 പേര് ആരായിരിക്കും എന്നുള്ളതാണ് എന്റെ പെർസ്പെക്റ്റീവിൽ. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ 6 പേരാണ് വരേണ്ടത് എന്ന് ഇന്ന് വരെയുള്ള എപ്പിസോഡ് കണ്ടിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണിത്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ പിന്നീട് വിലയിരുത്തൽ മാറാം. താഴെക്കിടയിൽ നിൽക്കുന്ന പലരും കയറി വരട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് പേര് ലോലിറ്റ. സത്യം പറഞ്ഞാൽ അത് ഒന്നൊന്നര സാധനമാണ് എന്നുള്ളതാണ്. ആരൊക്കെ കയറി വന്നാലും ലോലിറ്റ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നുമില്ല, 10-17 വയസ്സൊന്നും മാത്രമേ പ്രായമുള്ളൂ. കിട്ടില്ല ഒരു മത്സരാർത്ഥിയാണ്. മറ്റൊന്നുമല്ല, ഒരു വി മെറ്റീരിയലാണ്. ആ ഒരു 17 വയസ്സിന്റെ ആ ഒരു സംഭവമൊന്നുമില്ല. ഇന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ട അതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ആ ഒരു ഫിസിക്കൽ ടാസ്കിൽ 2 പെൺകുട്ടികൾ മാത്രമേ അവസാനമായിട്ട് ഉണ്ടായിരുന്നു. അത് ഒന്ന് ലോലിറ്റയും മറ്റൊന്ന് അഫനിയാസുമാണ് അല്ലേ. ഈ 2 പേരുണ്ട്. അപ്പം അവിടെയൊക്കെ മത്സരിച്ച് ജയിക്കാനും സംസാരിക്കാനുള്ള കഴിവ്, ക്യൂട്ട്നെസ് വാരി വിതറി ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കഴിവ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോലിറ്റ എന്താണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് അവർ ഫിക്സ് ചെയ്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ടൈറ്റിൽ വിന്നറായി ലോലിറ്റയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടി എന്നുള്ള ആ ഒരു സംഭവമുണ്ട്. കാരണം അവൾക്ക് ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ഫാൻ പേജ് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഫാൻ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ സത്യം തന്നെ പലരും പറയുന്നത് പോലെ ഒരു ആ ക്യൂട്ട്നെസ് ഒക്കെ ഇതിനകത്ത് വേണമെന്നേ. അങ്ങനെ വിതറിയ ആൾക്കാർ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ലോലിറ്റ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഞാൻ പറയുന്നു ലോലിറ്റ അതിനകത്ത് എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ നമ്മുടെ റന ഫാത്തിമയെ പോലെ ആവാതിരുന്നാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലവ് അഫെയറും ഒരു എന്തെങ്കിലും ചെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കയറാൻ, ടോപ്പ് 5 എത്താം. എങ്ങനെ ലോലിറ്റ കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ മത്സരത്തിൽ രാകേഷാണ്. നമുക്കറിയാം നർമ്മമായിക്കോട്ടെ ഒരു സാധാരണക്കാരനാണ്. പിന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറയും. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ അറിയാം. അതൊക്കെ അറിയാം. പിന്നെ ടാസ്ക് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആ ഒരു ഫയർ ഉണ്ട്. എന്ത് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ട്. കൃത്യമായിട്ടും ഈ ഒരു 12 പേരിൽ രാകേഷ് വന്നില്ലെങ്കിൽ വേസ്റ്റ് എന്നുള്ളതാണ്. രാകേഷിന് ഈ പറയുന്ന ജഡ്ജസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ രാകേഷിന് ജഡ്ജസിന്റെ സപ്പോർട്ട് ഇപ്പോഴേ തന്നെ അവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. രാകേഷ് എന്തായാലും എന്ത് ചെയ്യണം, സീസൺ 8ലേക്ക് പോകണമെന്ന് അവർ തന്നെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് പല രീതിയിലും കാണാം. പക്ഷെ കഴിവുള്ളവനാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ഇത് 1, 2, 3 എന്ന് പറയുന്നത് ടോപ്പ് വെച്ചല്ല പറയുന്നത്. ഞാനൊരു 6 പേരുടെ പേര് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ലൊലീറ്റ ഫസ്റ്റ് ആണ് അങ്ങനെയൊന്നും അല്ല. 6 പേര് യോഗ്യരായിട്ടുള്ള 6 പേരുടെ പേര് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത എൽദോ, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, സംസാരിക്കാൻ കഴിവുള്ളവനാണ്. ഇന്നത്തെ ടാസ്കിൽ ഈ പറയുന്ന എൽദോ ജയിച്ചായിരുന്നു. എൽദോയും എനിക്ക് തോന്നുന്നു ഷിജിലാലും ഈ 2 പേരാണ് ജയിച്ചത്. അപ്പോൾ 2 പേർക്കും ടാസ്കിലായിക്കോട്ടെ സംസാരിക്കാനായിക്കോട്ടെ അത് കൊള്ളാം. എന്തായാലും ഈ വന്നവരിൽ അപേക്ഷിച്ച് ഈ പറയുന്ന ആരാണ്
നമ്മുടെ എൽദോ നല്ലൊരു മത്സരാർത്ഥിയാണ്, സംസാരിക്കാൻ കഴിവുണ്ട്, എന്ത് പറഞ്ഞാലും അതിനുള്ള ചുട്ട മറുപടി, ഉരുളയ്ക്ക് ഉപ്പേരി വരെയുള്ള മറുപടി കൊടുക്കാനുള്ള കഴിവുണ്ട്, അതാണ് വേണ്ടത്. മനസ്സിലായോ? അതുണ്ട്. അപ്പോ ആരൊക്കെ പറഞ്ഞു? ലൊലിറ്റ, രാകേഷ്, എൽദോ, ഈ 3 പേരും ഡെഫിനറ്റ്ലി അതിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുവരെയുള്ള പ്രകടനങ്ങൾ അനുസരിച്ച്. മറ്റത് 4ാമത്തെ പേര് സോനയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ മൊത്തം ഒരു നെഗറ്റിവിറ്റിയാണ് അല്ലെ. എല്ലാവർക്കും സോനയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് വില്ലത്തി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഏറ്റവും കൂടുതൽ കിട്ടിയത് സോനയ്ക്കാണ്. ഓക്കെ, അപ്പൊ സോനയുടെ കേസ് പറയുകയാണെങ്കിൽ ഫയർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വീട്ടമ്മയാണ്, ഒരു അമ്മയാണ്, ഒക്കെ ആണെങ്കിൽ ഒരു ഫയർ ഉണ്ട്, കുറച്ച് കുശുമ്പ് കുന്നായ്മ ഒക്കെ ഉണ്ട്. അതല്ലടെ വേണ്ടത്, അതൊക്കെ വേണമെന്നുള്ളതാണ് അല്ലേ. അതൊക്കെ വേണം. നമുക്ക് നാളെ ഒരു ശൈത്യം വേണം. അപ്പൊ വരട്ടെ, അവിടെ വന്ന് നെഗറ്റീവ് ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരും വരട്ടെ എന്നുള്ളതാണ്. അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു പോസിറ്റീവ്. നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഉൾപ്പെടെ ഇതൊരു നെഗറ്റീവ്, കുറച്ച് കുശുമ്പില്ല, ലോലിറ്റയുടെ അടുത്ത് കുറച്ച് കുശുമ്പില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിന്റെ സത്യാവസ്ഥ നമുക്ക് ലൈവ് കണ്ടാലേ മനസ്സിലാകൂ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ആവാം. എന്തായാലും ഈ വരുന്ന 12 പേരിൽ ഈ ആരാണ്? സോന വരണം. കഴിവുള്ള സോനയാണ്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഒരു ഫയർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത 5ാമത്തെ പേര് ഷിബിന, ദ ബ്രൗൺ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയാലോ. അപ്പോൾ ആ ഷിബിന അതും പ്രായത്തിൽ വളരെ കുറവാണ്, വളരെ പ്രായം കുറവാണെങ്കിൽ കൂടി അങ്ങനെ ആ ഒരു പ്രായത്തിന്റെ ഒരു സംഭവം കാണിക്കുന്നത് എല്ലാവരുടെ കട്ടയ്ക്ക് നിന്ന് സംസാരിക്കുകയും ഫയറുള്ള കുട്ടിയാണ്. എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന എല്ലാവർക്കും തക്ക മറുപടി കൊടുക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഷിബിന 5ാമതായി ഞാൻ പറയുന്നത് ഷിബിനയും വരണം. ഈ പറയുന്ന 12 പേരിൽ ഇതുവരെയുള്ള പ്രകടനം അനുസരിച്ച് ഷിബിന വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിത്തീരുമെന്ന് കരുതുന്നു. ഇനി അങ്ങോട്ട് മാറാം. മനസ്സിലായോ? അടുത്ത 6ാമത്തിന് ഞാൻ 2 പേരുടെ പേര് പറയും. 6ാമത്തെ പേരിൽ 2 പേരുടെ പേര് പറയും, ഷിജിലാലും അഫിനിയാസും. ഷിജിലാൽ നമുക്കറിയാം 2 വട്ടം ഈ പറയുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് ഒക്കെ വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. പിന്നീട് ടാസ്കിൽ ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആണ്. ടാസ്ക് മാത്രമല്ല നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഷിജിലാലും എൽദോയുമാണ് ഇന്നത്തെ ടാസ്കിൽ ജയിച്ചത്. അതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു എന്നുള്ളതാണ്. അത് സംസാരിക്കുന്നതിൽ അത്ര ബെറ്റർ അല്ല, ഞാൻ ഈ പറഞ്ഞൊരു അത്ര ഒരു ബെറ്റർ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അഫ്നിയാസിന്റെ കേസിലും ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി കൊടുക്കാൻ അഫ്നിയാസിന് കഴിയുന്നുണ്ട്. അവരുടെ തടി എന്ന് ഞാൻ വിചാരിച്ചു, ഈ പറയുന്ന ഇത്തരം തടി ഉണ്ടെങ്കിൽ ചിലപ്പം ടാസ്കിലൊക്കെ ചിലപ്പം വീക്ക് പെർഫോമൻസ് ആവുമെന്ന് വരും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ ടാസ്കിൽ ഈ പറയുന്ന ലോലിറ്റയുടെ ഒപ്പം പിടിച്ചു നിന്ന മറ്റൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഫ്നിയാസ്. നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ആദ്യം തുടക്കമൊക്കെ ഞാൻ ഇതൊക്കെ എന്തിനെടുത്തത് എന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറിയപ്പോൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി കൊടുക്കാനും കൃത്യമായിട്ട് ടാസ്കുകൾ കളിക്കാൻ തനിക്ക് കഴിയും എന്ന് അഫ്നിയാസ് തെളിയിച്ചു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ളവരുടെ കേസ് പറയാം. ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ കേസ് അവർ കയറി വരില്ല എന്നല്ല, ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഞാൻ പറയുന്നതാണ് എന്നുള്ളതാണ്. താഷിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു സെൽഫിഷാണ്, മറ്റതാണ് മറിച്ചാണ്, ഇവിടെ ഇപ്പോഴും ഒരു മൂകപടം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതുവരെയുള്ള ഒരു സംഭവത്തിൽ. പക്ഷെ സംസാരിക്കാൻ അത്ര ഈ പറഞ്ഞ ഞാനൊരു 6 പേരെ സെലക്ട് ചെയ്തല്ലോ, ആ 6 പേരിൽ അത്ര ഒരു സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനെന്തോ മറ്റതാണ് എന്നൊരു ചിന്തയൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷെ അവിടെ ബിഗ് ബോസിൽ വന്ന കണ്ടന്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇപ്പോഴും തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താഷി. മേ ബി താഷി വരാനും ചാൻസ് ഉണ്ട് ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസ് വെച്ച്. ഷിജിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന 2 വട്ടം തുടർച്ചയായിട്ട് ഇൻഫിനിറ്റി പെൻഡന്റ് ഒക്കെ വാങ്ങിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ടാസ്കുകൾ സൂപ്പറാണ്, അടിപൊളിയാണ്, ഒക്കെയാണ്. പക്ഷേ ഈ പറയുന്ന സംസാരിക്കുന്ന കേസ് വരുന്ന പലപ്പോഴും ലാഗ് ആവുന്നുണ്ട്, പലപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാനോ കൃത്യമായിട്ടൊരു വിശദീകരണം കൊടുക്കാനോ ഷിജിന് കഴിയുന്നില്ല. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ്. പൂജയുടെ കേസ് പറയുകയാണെങ്കിൽ പൂജ 2 നമ്മൾ പുറത്തായി. അതിനെക്കാട്ടി ആ പൂജ 2 കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും അങ്ങോട്ട് അവരൊക്കെ പറയുന്നുണ്ട് അടിപൊളിയാണ്, ഭയങ്കര സെറ്റപ്പാണ്, അവർക്ക് തന്നെ ഈ പറയുന്ന ഹീറോ എന്നുള്ളത് ഹീറോയിനോ അങ്ങനെ എന്തോ പരിവേഷമൊക്കെ 1-2 പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അന്ന് തുടക്കം ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ പറയുന്ന ആ ഒരു പൂട്ട് തുറക്കുന്ന ആ താക്കോൽ ടാസ്കിൽ ഈ പറഞ്ഞ ബഹളം ഉണ്ടാക്കിയതും കരഞ്ഞതും ഒഴിച്ചു വെച്ചിട്ട് പിന്നെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല എന്നുള്ളത്. ഇപ്പോൾ സംസാരിക്കുന്നത് അത്രയ്ക്ക് ഒരു നമുക്ക് എടുത്തു പറയാനായിട്ട് പൂജയിൽ ഞാനൊന്നും കണ്ടില്ല എന്നുള്ളതാണ്.
ഷാമോന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറാണ്, ആംബുലൻസ് ഡ്രൈവറാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ടാസ്കുകൾ ഇന്നത്തെ ടാസ്കിൽ അവരെന്ത് കിറ്റ് ചെയ്ത് പോയത്, ഞാനത് എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു, കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയി, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ടാസ്കിലൊക്കെ നിൽക്കണമായിരുന്നു, തടി മാത്രം പോരാ, ആ ഒരു വിൽ പവർ വേണമായിരുന്നു. പക്ഷെ അതിലും പിന്നെ സംസാരത്തിൽ ഈ പറഞ്ഞ ഞാൻ സെലക്ട് ചെയ്ത 6 പേരെക്കാളും ഉപരിയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷാമോൻ ചിലപ്പോൾ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ദിവസങ്ങൾ കിടക്കില്ല. അപ്പോൾ അവിടെയൊക്കെ കിടിലമായിട്ട് പെർഫോമൻസ് ചെയ്ത് ചിലപ്പോൾ കയറി വരാം എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ശ്യാം, അവസാനമുള്ള ശ്യാമാണ്. ശ്യാം അവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫേവററ്റിസം കൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് 100% എനിക്കത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ശ്യാമിൽ നിന്ന് നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് കൊണ്ട് അവനെ ഫേവററ്റിസം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അതിപ്പം കമ്മ്യൂണിറ്റിയിലുള്ളവരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഗേ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് തുല്യത കൊടുക്കണം. അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഫേവററ്റിസം ഷ്യാമിന് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പം രഞ്ജിനി ആയിക്കോട്ടെ, ഇപ്പൊ റിയാസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധം കൊള്ളണം, അവരെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ മാറ്റിവെക്കുക. ഈ ഒരു ഷോയിൽ നമ്മൾ അങ്ങനെയല്ല. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഇതിനെയും കാട്ടിയും കഴിവുള്ള എത്രയോ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. റിയാസ് സലീം കണ്ടില്ലേ, അവനെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളതല്ലേ, അവൻ എന്തുമാത്രം കഴിവുണ്ടായിരുന്നു, അതുപോലെയുള്ളവരെ കൊണ്ടുവരണം. ഷ്യാം പലപ്പോഴും എനിക്ക് ഷ്യാം ടോപ്പ് 12 തന്നെ വരാനുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് പറയും. അതവന്റെ ഒരു ഫേവററ്റിസം കൊണ്ട് പലപ്പോഴും ഷ്യാമിനെ പിന്നീട് എന്താണ് സേവ് ചെയ്തുകൊണ്ട് പലരെയും പുറത്താക്കിയതായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഭയങ്കര വിസിബിൾ ആണ്. ഇപ്പോഴും എനിക്ക് ഷ്യാമിൽ നിന്നൊരു പ്രത്യേകതയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഇപ്പോഴും സ്റ്റിൽ ഐ ബിലീവ് ഷ്യാം അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. ഈ ഒരു ടോപ്പ് 6 കയറാൻ വേണ്ടി അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഫേവററ്റിസം ചെയ്യരുത് എന്നുള്ളതാണ്. ഇക്വാലിറ്റി വേണം, പക്ഷെ ഫേവററ്റിസം വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സോറി, ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് കൺഫേം ആയെന്നല്ല, എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ കൺഫേം ആയിരിക്കുമെന്ന് തോന്നുന്ന കുറച്ചുപേരെ പേരാണ്. വിക്കീത്തൊക്കെ ഏതാണ്ട് ഒരു 90% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പേരാണ്. അതുപോലെ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന സന്ധ്യാമാം, കടൽ കൊമ്പൻ, ജിയോ മച്ചൻ, ഇവരൊക്കെ ഏതാണ്ട് കൺഫേം ആയെന്നാണ് അറിയുന്നത്. നോക്കാം, നമുക്ക് ഇവരൊക്കെ കൺഫേം ആയെന്ന് അറിയുന്നു, നമുക്ക് നോക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് നമുക്ക് എടുക്കണം. ശരി.